തീർത്തും വളരെയേറെ സന്തോഷം ഉള്ളൊരു ദിവസമാണ്. കാര്യം കഴിഞ്ഞ 3 വർഷക്കാലമായി നടത്തുന്ന ഒരു നിയമ പോരാട്ടം അതിന് ഒരു പ്രതിഫലം അല്ലെങ്കിൽ അതിനൊരു ഫലം കണ്ടു തുടങ്ങി എന്ന് കാണുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഏറ്റവും ആദ്യം മുതൽക്കേ തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതൊരു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന് പറയുന്ന വലിയ പദവിയിലിരിക്കുന്ന ഒരാളാണ്. മുഖ്യമന്ത്രിയുടെ ഗൺമാനും PSOമാരും. ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാനും PSOമാരും എന്ന് പറയുമ്പോൾ സാധാരണ ഇവിടുത്തെ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ ബന്ധങ്ങളുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുന്നതിൽ സ്വാഭാവികം സഹപ്രവർത്തകരാണ്. അവർക്കെതിരെ കേസെടുക്കുന്നതിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൊക്കെ വളരെ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സസ്പെൻഡ് ചെയ്ത് വേണം ഇവർക്കെതിരെ അന്വേഷണം നടത്താനെന്ന കാര്യം ഞങ്ങൾ ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ നാളിതുവരെയായി അതിനൊരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഗൺമാനും അതുപോലെ തന്നെ മറ്റ് സന്ദീപ് അടക്കമുള്ള 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ രീതിയിലാണ് നടപടി ഉണ്ടായിക്കൊണ്ടിരുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 1 മണിക്കൂറിനുള്ളിൽ തന്നെ മന്ത്രിസഭാ യോഗം ചേർന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ കൃത്യമായി ഈ വിഷയം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു SIT രൂപീകരിച്ചു. വളരെ സത്യസന്ധരായ അന്വേഷണ ഉദ്യോഗസ്ഥരെ അടങ്ങുന്ന ഒരു ടീമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ വളരെ കാര്യക്ഷമമായി തന്നെ അന്വേഷണം പുരോഗതി നടക്കുന്നുണ്ട്. എന്നെയും തോമസിനെയും അവർ വിളിച്ച് മൊഴി ഞങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാകും അവരെല്ലാം വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് നമ്മുടെ അടുത്ത്, അല്ലെങ്കിൽ വളരെ ഒരു വെൽക്കമിങ് ആയിട്ടായിരുന്നു. നേരത്തെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ ആ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം, അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി ഞങ്ങൾ DYSP ഓഫീസിൽ വിളിച്ച് ആ ഒരു ഇൻസിഡൻറ്റ് പറയാം. അവിടെ ചെല്ലുമ്പോൾ ഇന്ന് ഇല്ല, നാളെ വാ, സാറില്ല. പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ഉടനെ പറയും നിങ്ങൾ സാറ് ഒന്ന് പുറത്തോട്ട് പോകുവാണ്, സാറവിടെ ഉണ്ടാകും, പക്ഷേ ഒന്ന് പുറത്തോട്ട് പോകാൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് സാറ് ഒന്ന് ട്രിവാൻഡ്രം പോകും, അത് കഴിഞ്ഞപ്പോൾ ഈ ആഴ്ചയ്ക്ക് ശേഷമേ സാറിന് വരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയും. അങ്ങനെ ഞങ്ങളെ ഒരു 1.5 മാസക്കാലം അവർ നോട്ടീസ് വന്ന് വിളിച്ചിട്ട് 1.5 മാസക്കാലമാണ് ഞങ്ങൾ നടത്തിച്ചത്. സ്വാഭാവികമായി അതിനുശേഷം ഞങ്ങൾ കാണുന്നത് തന്നെ റഫർ നോട്ടീസ് ഞങ്ങൾക്ക് വരികയാണ്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഞാനപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ഞാൻ പറഞ്ഞു ഞങ്ങളെ വിളിച്ച് ഞങ്ങളോട് ഹാജരാക്കാൻ തയ്യാറായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞത് അതിനകത്ത് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ വന്നില്ല. ഓക്കെ, പിന്നെ നമുക്ക് അതിനകത്തൊരു മാർഗ്ഗം എന്ന് പറയുന്നത് കോടതിയിൽ പോവുക എന്നുള്ളത് മാത്രമാണ്. ഞങ്ങൾ അവിടെ ഒബ്ജക്ഷൻ ഫയൽ ചെയ്തു. ഞങ്ങൾ തെളിവുകൾ ഹാജരാക്കി. ഈ കേസിൻ്റെ ഏറ്റവും ആദ്യം മുതൽക്കേ തന്നെ ഞങ്ങൾ പറയുന്നുണ്ട്, ഈ കേസ് വിഷ്വൽസ് ഷൂട്ട് ചെയ്തൊരു ക്യാമറാമാൻ ഉണ്ട്, അദ്ദേഹം ഈ തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറാണ് എന്ന സാഹചര്യം എനിക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം പോലീസിനുണ്ടല്ലോ. അതൊന്നും നടത്തിയിട്ടില്ല.